നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയുടേത് അപകട മരണമല്ലെന്നും അച്ഛന്റെ ആക്രമണത്തിൽ സംഭവിച്ചതാണെന്നുമുള്ള മകളുടെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധനയ്ക്കായി കൈമാറിയിരിക്കുകയാണ്. ചേർത്തലയിലാണ് സംഭവം. ചേർത്തല നഗരസഭ 29-ാം വാർഡ് പണ്ടകശാലപ്പറമ്പിൽ സജിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരൂഹത ആരോപിച്ച് കുടുംബാംഗങ്ങൾ രംഗത്ത് വരികയും ഇത്തരത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സജിയുടെ ഭർത്താവ് സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വീട്ടിലെ ഗോവണിയിൽ നിന്ന് വീണതിനെ തുടർന്നുണ്ടായ മരണമെന്നാണ് ഈ ഒരു മരണത്തെ കരുതിയിരുന്നത്. പക്ഷേ ആ മരണം ഇപ്പോൾ ഒരു കൊലപാതകമാണോ എന്ന തരത്തിലേക്കുള്ള സംശയങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നിലയിൽ ജനുവരി 8-നായിരുന്നു സജിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 1 മാസം വെന്റിലേറ്ററിൽ സജി കിടന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയോടെ മരിച്ചു. വൈകിട്ട് മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടത്തി. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു മകൾ അച്ഛനെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകിയത്. സംഭവ ദിവസം രാത്രി അച്ഛൻ അമ്മയുടെ തല ഭിത്തിയോട് ചേർത്തിടിച്ചു. അങ്ങനെയാണ് ഗുരുതരാവസ്ഥയിലായത് എന്നാണ് മകൾ നൽകിയിരിക്കുന്ന മൊഴി. അമ്മയെ പിതാവ് സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും അച്ഛൻ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും അതുകൊണ്ടാണ് ആശുപത്രിയിൽ വെച്ച് സത്യം പറയാതിരുന്നതെന്നും മകൾ പോലീസിന് മൊഴി നൽകി. ചൊവ്വാഴ്ച രാത്രി സോണി വീണ്ടും ഭീഷണിപ്പെടുത്തി. ഇതോടെ മകൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി വൈകിട്ട് 3:30-യോടെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. വിദേശത്ത് ലാബ് ടെക്നീഷ്യനായിരുന്ന സജി 2 വർഷം മുൻപ് തിരിച്ചെത്തി ചേർത്തലയിൽ പാത്രക്കട നടത്തുകയായിരുന്നു. വിദേശത്തായിരുന്ന മകൻ അമ്മയുടെ മരണത്തെ തുടർന്ന് നാട്ടിലെത്തിയിരുന്നു. ജനുവരി 8-ന് രാത്രി 10-നായിരുന്നു സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. ആരും പരാതിപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തി സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകളാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നത്. ഇതോടെയാണ് കേസിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നത്. വിവരമറിഞ്ഞയുടൻ പോലീസ് മീഷ്മയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഈ സോണിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാം എന്താണ് സംഭവിച്ചത്, എന്താണ് മരണ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.